ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2-3 കേക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന ആ സെയിം കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ എനിക്ക് തോന്നിയത് ഈ കേക്ക് ഉണ്ടാക്കിയപ്പോഴാണ്. ശരിക്കും സൂപ്പർ കേക്കാണ്. നമുക്കിത് പുറത്ത് ചെയ്ത് കൊടുക്കാം. ഓവൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഓവൻ ഇല്ലാത്തവർക്കും ഇനി മുതൽ കേക്ക് ബേക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കുകയും ആവാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഇഡലിക്കുട്ടുവ. ഈ ഇഡലിക്കുട്ടുവ എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. നമുക്ക് ഏതൊരു കേക്കാണെങ്കിലും ശരി, നിങ്ങൾ ഓവനിൽ വെക്കുന്ന കേക്ക് നിങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ ഇതുപോലെ ഇഡലിത്തട്ടിൽ ബേക്ക് ചെയ്യാം. ഇതുപോലെ ഉപ്പിട്ടിട്ട് ഈ സ്റ്റാൻഡ് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ്. സ്റ്റാൻഡ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് വേണം ബേക്ക് ചെയ്യാൻ. അതിനു മുമ്പ് കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഇഡലിക്കുട്ടുവം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം, ചൂടാക്കാനായിട്ട് ഇടണം. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് മെഷറിംഗ് കപ്പാണ്. ഇതിപ്പോൾ കപ്പളവാണ്. ഇപ്പോൾ 1/2 കപ്പ്, 1 കപ്പ്, 1/4 കപ്പ്, അങ്ങനെ കപ്പളവാണിത്. അപ്പോൾ കപ്പളവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് കൂടി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ട് പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ മെഷറിംഗ് കപ്പൊക്കെ മേടിച്ച് തന്നെ ഉപയോഗിക്കുക. ഇത് സ്പൂണിൻ്റെ അളവ് 1 സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, 1/4 സ്പൂണിൻ്റെയൊക്കെ അളവാണിത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. അവിടെ മെഷറിംഗ് കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി, നമുക്ക് കിട്ടും. പിന്നെ ഈ കപ്പ് അളവ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണിത്. വീട്ടിലുള്ള ഒരു ചെറിയ ബൗൾ എടുക്കുക. ഈ ബൗളിന് നിങ്ങൾ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഇതേ ബൗളിന് പഞ്ചസാര പൊടിച്ചതും ഇതേ ബൗളിന് ഓയിൽ, ഇത് ഇങ്ങനെ അളന്നെടുക്കുക. പിന്നെ വേണ്ടത് സ്പൂണ്. ഈ സ്പൂൺ അളവില്ലാത്തവർക്ക് വേണ്ടി ഇതുപോലെ വീട്ടിലുള്ള ചെറിയ സ്പൂൺ എടുക്കുക. അപ്പോൾ ഇതാണ് 1 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് അളവിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഈ മെഷർമെൻറ്റ് കപ്പും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാവ് അളന്നെടുക്കുമ്പോൾ എപ്പോഴും സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ വേണം, ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം അളന്നെടുക്കാൻ, അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് ശരിയാവില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തല ഇതുപോലെ വടിച്ച്, കണ്ടോ, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, തല വടിച്ചിട്ടെടുക്കണം. ഇതാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാരെപ്പോഴും അളന്ന് തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, വലിയ സ്പൂണാണ് ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. വേണമെങ്കിൽ മാത്രം നമുക്കെല്ലാം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി കൊക്കോ പൗഡർ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 4 ടേബിൾ സ്പൂണാണ് കൊക്കോ പൗഡർ ചേർത്തത്. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പലരുടെ കയ്യിലും പല ടൈപ്പ് കൊക്കോ പൗഡർ ആയിരിക്കും ഇരിക്കുന്നത്. ചിലപ്പം കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളതാണെങ്കിൽ കുറച്ച് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് കുറച്ച് ചേർക്കാൻ പറയുന്നത്. ഇനി ഞാൻ ഇവിടെ നമ്മുടെ മാവ് ഒന്ന് അരിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഈ അരിച്ചെടുത്തത് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. നല്ല ഡ്രൈ ആയിരിക്കണം, അല്ലെങ്കിൽ മുട്ട പതഞ്ഞു വരില്ല. ഇനി നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ബീറ്റർ, ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിസ്ക്. ഈ വിസ്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് എടുക്കാം. ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുക്കുക. ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായത്തോടെ അടിച്ചെടുക്കുക. ഇനി 4 മുട്ടയിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നല്ല പോലെ പതഞ്ഞ് വരുന്നെന്ന് കാണുമ്പോൾ നമുക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ വളരെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ നല്ല പതഞ്ഞ് വരും. ആ കളറൊക്കെ ഒന്ന് മാറി വൈറ്റിഷായി. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ടയുടെ മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ 2 സ്പൂണാണ് ഒഴിച്ചത്. ഇനി മെൽറ്റ് ചെയ്ത ബട്ടറാണ്. 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് ഞാൻ മെൽറ്റ് ചെയ്തതാണ്. അപ്പം മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾ അളക്കരുത്, 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് മെൽറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ
കൊക്കോ പൗഡറിൻ്റെയും നമ്മുടെ മൈദയുടെയും മിക്സ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വേണം നിങ്ങൾ ഫോൾഡ് ചെയ്യാൻ. നമ്മൾ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ബീറ്റർ ഇനി ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ഇതിൻ്റെ ആ എയർ ബബിൾസൊക്കെ അങ്ങ് പോവും. അപ്പോൾ നമുക്ക് ഇതുപോലെ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ മുഴുവൻ മാവും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ കേക്കിൻ്റെ ടിൻ. ഈ കേക്ക് ടിൻ ഇല്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ അലൂമിനിയം, നമ്മൾ ഇഡലിത്തട്ടിൽ ബേക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചായയൊക്കെ ഇടുന്ന അലൂമിനിയത്തിൻ്റെ ചരുവ, അതിൽ നിങ്ങൾ ഇതുപോലെ ബട്ടർ തേച്ചിട്ട് അതിനകത്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ഇഡലിക്കുട്ടുവത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബേക്കിംഗ് ടിന്ന് തന്നെ വേണം എന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ്. ശരിക്കും ഒറിജിനൽ കേക്കിൻ്റെ റെസിപ്പി കൂടിയാണിത്. ഞാൻ 2-3 ടൈപ്പ് കേക്ക് ഉണ്ടാക്കിയെങ്കിലും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ സെയിം ആയിട്ട് എനിക്ക് തോന്നിയത് ഈ കേക്കാണ്. ഇനി നമുക്ക് ഞാൻ ചൂടാക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഇഡലിക്കുട്ടുവ. ഇത് തുറക്കുക, പയ്യെ ചൂടായിരിക്കും. തുറന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ശ്രദ്ധിച്ച് ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35-40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് ഏകദേശം 40 മിനിറ്റാണ് എടുത്തത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല പോലെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കൂളാവട്ടെ. നല്ലപോലെ തണുക്കുന്ന ആ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. വേണമെങ്കിൽ നമ്മൾ കേക്ക് റെഡിയാക്കാൻ വെക്കുമ്പോഴേ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെക്കാവുന്നതാണ്. നമുക്ക് വിപ്പിംഗ് ക്രീം പൗഡർ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇത് മേടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്രീം രൂപത്തിലുള്ള വിപ്പിംഗ് ക്രീം മേടിക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ പല ബ്രാൻഡുണ്ട്. അപ്പോൾ നല്ലതും ഉണ്ട്, അത്ര ടേസ്റ്റ് കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബേക്കേഴ്സ് വിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ വിപ്പിംഗ് ക്രീം സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കേക്കിന് ബീറ്റ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പോലെ തിക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിലോട്ട് വെക്കുക. നന്നായിട്ടൊന്ന് കട്ടിയായതിന് ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ കംപ്ലീറ്റ് ആയിട്ട് കൂളായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഐസിങ് ചെയ്യാവൂ. 1 ദിവസം ഇരിക്കുമ്പോഴാണ് ആ കേക്കിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. 1 ദിവസം വെക്കുന്ന കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ മണമൊക്കെ വരുന്നത് 1 ദിവസത്തിന് ശേഷമാണ്. നമ്മൾ രാത്രി ഒരു സന്ധ്യയ്ക്കോ വല്ല ഈ കേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്കെടുത്ത് ഇതുപോലെ ഐസിങ് ചെയ്യാം. ഇത് ഷുഗർ സിറപ്പാണ്, വേറൊന്നുമില്ല. സാധാരണ നമ്മുടെ ഐസ് വെള്ളം കുറച്ചെടുക്കുക, അതിൽ പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്തത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ ചേർത്ത് മിക്സ് ചെയ്യുന്നത് തന്നെയാണ് ഷുഗർ സിറപ്പ്. ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഐസിങ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നമുക്ക് പല ബ്രാൻഡും ഇന്ന് അവൈലബിൾ ആണ്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇങ്ങനെ തേച്ചാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഐസിങ് ചെയ്യാൻ. തുടക്കക്കാർക്കൊക്കെ വളരെ കുറച്ച് പ്രയാസമൊക്കെ ആയിട്ട് തോന്നും. പിന്നെ ആവുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് വരും. ഇനി നമുക്കിതിൻ്റെ മുകളിലും നല്ല പോലെ ഐസിങ് വെച്ച് കൊടുക്കാം. ഐസിങ് ചെയ്യുമ്പോൾ തുടക്കമൊക്കെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല, അത് സ്വാഭാവികമാണ്. നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റും, അത് ശ്രമിക്കുക നമ്മൾ. അപ്പോൾ നിങ്ങൾക്കിത് പുറത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനൊക്കെ ഇപ്പോൾ പുറത്ത് നല്ല വിലയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കി നമുക്ക് പുറത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു എങ്ങനെയാണ് പ്രൊഫഷണൽ കേക്ക് തയ്യാറാക്കുന്നതെന്ന്. അതിനകത്ത് വിശദമായി എങ്ങനെയാണ് അത് പാക്ക് ചെയ്യുന്നതും വിപ്പിംഗ് ക്രീമിനെയൊക്കെ പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ പ്രൊഫഷണൽ കേക്കിൻ്റെ ആ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഈ ഐസിങ് ഈ സ്പാച്ചുല ഇത് നമുക്കൊന്ന് നനയ്ക്കണം. ഇത് നനച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡ് മുഴുവനും ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കവർ ചെയ്തു. എന്നതിന് ശേഷം മുകൾ ഭാഗത്ത് വിപ്പിംഗ് ക്രീമാണ് വെച്ചൊന്ന് പൂക്കളൊക്കെ ഒന്ന് വരച്ചത്. നമുക്ക് നോസിൽ മേടിക്കാൻ കിട്ടും. നോസിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഐസിങ് ബാഗിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം വച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറീസും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ശരിക്കും ഞാൻ വീഡിയോ നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഒന്നുമില്ല, നിസ്സാരമാണ്. ഈ സൈഡിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക, വിപ്പിംഗ് ക്രീം വെക്കുക, ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.